പാർട്ടിയിൽ നിന്നും പുകച്ചു ചാടിക്കാൻ ശ്രമം നടത്തുന്നതാണ് ഈ ജില്ലയിലെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത വിജയമാണ് ജില്ലയിലെ വിജയം. ആ വിജയത്തിൻ്റെ സൗന്ദര്യം കിട്ടുന്ന നടപടി ഒരാളുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. പാറോപ്പടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എൻ്റെ ബാഗിൽ കിടക്കുകയാണ്. ഞാനിതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് അന്വേഷിച്ച രണ്ടാളുകൾക്കും എനിക്കുമല്ലാതെ റിപ്പോർട്ട് എന്താണെന്ന് അറിയില്ല. അതെന്താണെന്നറിയാതെ ഇത്തരം പ്രതികരണം ഒരിക്കലും പാടില്ലാത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വരുന്ന വാർത്തകളായാലും ഫേസ്ബുക്ക് പോസ്റ്റായാലും തെറ്റായ നടപടിയാണ്. KC ശോഭിത ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകയാണ്, പ്രതിപക്ഷ നേതാവായിരുന്ന നഗരസഭയിൽ. ഈ കാര്യത്തിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നടപടി പൂർണ്ണമായും തെറ്റാണ്. ഞാൻ അവരുടെ വിസ്തീർണം ചോദിക്കുന്നുണ്ട്. അതവർ തിരുത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ച് ആരും നടപടി സ്വീകരിക്കും. പക്ഷേ അവർ തിരുത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, അത് ഞാൻ പറയട്ടെ, ഈ പിണറായി വിജയൻ്റെ ഭരണം അവസാനിപ്പിക്കാൻ ചായപ്പിടിയിലും ബൂത്തുകളിലും പോരാടുന്ന കോൺഗ്രസ് പ്രവർത്തകൻ്റെ ആത്മവീര്യം തകർത്ത നടപടി ഒരാളുടെ ഭാഗത്തും ഉണ്ടാവരുത് എന്നുള്ള KPCC ലക്ഷ്യ 26 തീരുമാനം എനിക്കും ശോഭിതയ്ക്കും എല്ലാവർക്കും ബാധകമല്ലേ. പക്ഷേ ഒരു വൈകാരികമായി ഇട്ടതാണെങ്കിൽ അത് തിരുത്തും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പാറോപ്പടിയിലെ പരാജയം, അതിലേതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ പിതാവിനോ എന്തെങ്കിലും ഞാൻ പറയട്ടെ, എൻ്റെ കയ്യിൽ കിടക്കുന്ന റിപ്പോർട്ട്, ഞാൻ പുറത്തുവിടാത്ത റിപ്പോർട്ട്, അതേക്കുറിച്ച് ഞാൻ തന്നെ ചർച്ച എടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ വളരെ ചർച്ച എടുക്കുക, അത് എന്തായാലും 1-2 ദിവസം കൊടുക്കില്ല അതിൻ്റെ റിപ്പോർട്ട് ഞാൻ മാധ്യമങ്ങൾ തന്നിരിക്കും. അതുമായി ബന്ധപ്പെട്ട നടപടി. ഏത് സ്ഥാനത്തെ മറ്റ് ഏത് ഞാൻ ചോദിക്കട്ടെ, ഒരാൾ തന്നെയാണോ സ്ഥിരമായിട്ട് നേതാവുക? ഞാൻ DCC പ്രസിഡന്റ് അല്ലേ? ഞാൻ മാറി പുതിയ ആൾ വരണ്ടേ? പുതിയ ആൾ വന്നാൽ പ്രതിഷേധിക്കലാണോ ഞാൻ ചെയ്യേണ്ട പണി? അല്ലല്ലോ. പാർലമെൻ്ററി പാർട്ടി ലീഡർ ആരാ? ഞങ്ങളെ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും തലമുറ നേതാവ്, നിരവധി തവണ കൗൺസിലറായി, എല്ലാ കൗൺസിലർമാർക്കും സത്യപ്രതിജ്ഞ മാർക്കും ശശിയാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ഏകകണ്ഠമായിട്ടാണ്, ഒരു ഭിന്നാഭിപ്രായമില്ല. പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാർട്ടിയുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണോ? ഞങ്ങൾ തീരുമാനിച്ച SK അബൂബക്കറാണ്. നിങ്ങളോട് പറഞ്ഞില്ലേ, ഞങ്ങൾ കിട്ടിയോ? സാധിച്ചില്ലല്ലോ. അതവിടുത്തെ വോട്ടിൻ്റെ ടാക്ടിക്സ് അനുസരിച്ചാണ്. അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. പിന്നെ ശോഭിതയുടെ കഴിവുകൾ പാർട്ടി ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും. പക്ഷേ അതിനുള്ള അവസരം നഷ്ടപ്പെടാതെ നോക്കേണ്ടത് ശോഭിത കൂടിയാണ്. വാർഡ് കമ്മിറ്റിക്ക് എന്തെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചതായിട്ടാണോ ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ളൊരു വിലയിൽ? ഞാൻ പുറത്ത് വിട്ടോളാം. അതേക്കുറിച്ച് ഞാൻ പറയട്ടെ, അത് എൻ്റെ ബാഗിൽ കിടക്കുന്ന സാധനം പുറത്ത് വിട്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു വൈകിപ്പിക്കുന്നു? അല്ല, അത് ഞങ്ങളെ പാർട്ടിയിൽ പ്രൊസീജിയർക്കില്ലേ. പാർട്ടിയിലെ ഉന്നത നേതാക്കൾ പല സ്ഥലത്തില്ല. പല നേതാക്കളും വന്നതിന് ശേഷം ഇന്നോ നാളെയോ അത് പുറത്തു വിടും. എനിക്ക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പഠിക്കാതെ നടക്കാൻ പാടുണ്ടോ? വീഴ്ച പറ്റാൻ പാടല്ലോ. അതങ്ങനെ നിൽക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ മുൻവിധിയോടുകൂടി? ശോഭിത പ്രശ്നത മാത്രമല്ല, മാധ്യമങ്ങൾ വാർത്ത വന്നു, പത്രങ്ങൾ വരുന്നു, ചാനൽ വരുന്നു. അതിൻ്റെയൊക്കെ പിന്നെ ആരായാലും അത് നല്ല നടപടിയല്ല. അത്തരക്കാരെ പാർട്ടി പ്രവർത്തകർ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. അത് ഞാനായാലും അന്വേഷിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് പാറോപ്പടിയിൽ മാത്രമല്ല, പാളയത്തെക്കുറിച്ച് ദിനേശ് പിള്ളി അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇവിടുത്തെ CMP മത്സരിച്ച ചാലപ്പുറം സീറ്റിനെക്കുറിച്ച് അബ്ദുറഹ്മാൻ അടക്കം അന്വേഷിക്കുന്നുണ്ട്. കാരശ്ശേരിയിലെ ഈ മുക്കത്തെ തോൽവിയെക്കുറിച്ച് അഭിയുക്തം അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പാറോപ്പടി അന്വേഷിച്ചിട്ടുള്ളൂ. ഈ ജില്ലയിൽ 7, അതായത് UDFന് ജയിക്കാൻ സാധിക്കുന്ന, കോൺഗ്രസ് ജയിക്കാൻ സാധിക്കുന്ന വാർഡുകളിലും പഞ്ചായത്തുകളിലും തദ്ദേശ ഭവനങ്ങളിലും ഉണ്ടായ പരാജയത്തെക്കുറിച്ച് മുഴുവൻ അന്വേഷിക്കുന്നുണ്ട്. 7 അന്വേഷണം ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 അന്വേഷണ റിപ്പോർട്ടും പുറത്തു വിടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പാറോപ്പടി മാത്രം മതി. പക്ഷെ പാറോപ്പടി ഗൗരവത്തിലെടുക്കാൻ കാരണം അവിടെ പരാജയപ്പെട്ടത് KPCC ജനറൽ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയാണ്. KPCC ജനറൽ സെക്രട്ടറിയും മേയർ സ്ഥാനാർത്ഥിയുടെ പരാജയത്തെക്കുറിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പാർട്ടിക്ക് സാധിക്കുമോ? ആ നടപടി നമ്മളെ ആരെ കുറ്റപ്പെടുത്തിയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായാലും മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ സമൂഹ മാധ്യമത്തിലൂടെയോ അല്ലെങ്കിൽ പ്രിൻ്റ് മീഡിയയുടെയോ വിഷ്വൽ മീഡിയയുടെ പ്രതികരിക്കുന്ന നടപടി നല്ല ഒരു പാർട്ടി പ്രവർത്തകർ എനിക്ക് തോന്നുന്നില്ല. കാരണം ശോഭിത ഞാൻ തമ്മിൽ നല്ല റിലേഷനാണ്. കാരണം ശോഭിത കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാവ്, ഞാൻ DC പ്രസിഡന്റ്, നിങ്ങളെല്ലാം കണ്ടല്ലേ. ഞങ്ങൾ തമ്മിൽ വളരെ നല്ല റിലേഷനാണ്. ഞാനതൊരു വൈകാരിക പ്രകടനമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, വിസീറിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് തിരുത്താനും വിസീറിന് തൃപ്തികരമല്ലെങ്കിൽ
പാർട്ടി നേതൃത്വവും ആലോചിച്ച് മറ്റൊരു നടപടി എടുക്കും. പക്ഷെ അത്തരമൊരു സാഹചര്യം ശോഭിതയെപ്പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഉണ്ടാക്കില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതില്ല എന്നുള്ളവരൊക്കെ അറിയാമല്ലോ. കാരണം കഴിഞ്ഞ കൗൺസിലിൽ KPCC സെക്രട്ടറിയായ ഉഷാദേവി ടീച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി തീരുമാനിച്ചതാരെയാണ് നേതാവായിട്ട് ശോഭിതയാണ്. മാത്രമല്ല ശോഭിത ഞങ്ങൾ എല്ലാ പാർട്ടി വീണ്ടത് ഞാൻ പറഞ്ഞ നല്ല കഴിവുള്ള കുട്ടിയാണ്. മാത്രവുമല്ല നല്ല ഒരു പ്രോമിസിങ് ക്യാരക്ടർ തന്നെ സംശയമില്ല. പക്ഷേ എത്ര വലിയ പ്രോമിസിങ് ക്യാരക്ടറായാലും പ്രവീൺ കുമാർ ആയാലും ശോഭിതയായാലും ഞാൻ എടുത്തു പറയുന്നു, പിണറായി വിജയൻ്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ ചായപ്പീടികയിലും ബൂത്തുകളിലും ഗ്രാമങ്ങളിലും തെരുവുകളിലും പോരാടുന്ന കോൺഗ്രസ് പ്രവർത്തകൻ്റെ ആത്മവീര്യം തകർക്കുന്ന നടപടി ആരെടുത്താലും തെറ്റാണ്. അതിനെ ഗൗരവമായി നേരിടണമെന്ന KPCC ക്യാമ്പിൻ്റെ തീരുമാനം KC ശോഭിതയ്ക്കും പ്രവീൺ കുമാറിനും ജില്ലയിലെ എല്ലാ നേതാക്കൾക്കും ബാധകമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, അതായത് ഈ സ്ഥാനാർത്ഥിയുടെ കൂടി ഒരു പരാജയമാണല്ലോ. കാരണം കഴിഞ്ഞ തവണ UDF ജയിച്ച ഒരു വാർഡാണ്. അവിടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് സമാഹരിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടി വ്യക്തിപരമായി പിന്തുണയില്ല എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാം. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഞാൻ പുറത്തുവിടാം. അതിലൂടെ പറയാൻ കാര്യങ്ങൾ കുറച്ചൊക്കെ എല്ലാ അന്വേഷണമുണ്ടല്ലോ, അത് ഞാൻ പറയാം. ഈ പാളയത്തെയും ചാലപ്പുറത്തെയും ഉൾപ്പെടെയുള്ള തോൽവികളും പാളയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ദിനേശ് പെരുമണ്ണിയാണ്. ചാലപ്പുറത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് അബ്ദുറഹ്മാൻ ഇടക്കുഞ്ഞിയാണ്. മുക്കത്തെയും കാരശ്ശേരിയും നിങ്ങൾക്ക് ഇവിടുത്തെ വാർഡിലുള്ളൂ. ഞങ്ങൾ ഉറപ്പായി ജയിക്കേണ്ട പഞ്ചായത്താണ് കാരശ്ശേരി പഞ്ചായത്ത്. പരാജയപ്പെട്ടു. KPC മെമ്പർ അബീബ് തമ്പി അന്വേഷിക്കുന്നു. മുക്കത്തുണ്ടായ വീഴ്ച അബീബ് തമ്പി അന്വേഷിക്കുന്നു. എല്ലാം അന്വേഷിക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് അറിയില്ല, കോഴിക്കോട് ജില്ലയിലെ പരാജയങ്ങൾ മാത്രമല്ല എവിടെ സംഘടന വീഴ്ചയുണ്ടായാലും നടപടിയെടുക്കുന്ന രീതിയാണ് ജില്ലയിലെ കോൺഗ്രസ്. ഒരു കാര്യം പറഞ്ഞതിനകത്തൊരു ക്ലാരിറ്റി വരും. അതായത് ഈ റിപ്പോർട്ടിനകത്ത് പ്രാഥമികമായി ആർക്കാണ് വീഴ്ച സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പ്രശ്നം അവിടെ തീരുന്ന അല്ല. ഈ ഒരു ക്ലാരിറ്റി കുറവൊന്നും വേണ്ട. ജില്ലയിലെ റിപ്പോർട്ട് ലഭിച്ചാൽ അത് പഠിക്കുകയും നേതാക്കളുമായി ചർച്ച ചെയ്യുകയും പുറത്തുവിടുന്ന രീതി സംഘടനാപരമായി ശരിയല്ല. എന്തിന് അവർ വലിയൊരു കോൺഗ്രസ് ഓഫീസ് തുറന്നിട്ടിരിക്കുന്നില്ലേ? ഏതൊരാൾക്കും വന്ന് പരാതി തരാൻ 24 മണിക്കൂറും തുറന്നിട്ട് ഓഫീസില്ലേ? അവിടെ ആർക്കും വരാമല്ലോ. ശോഭിതയുടെ വരാറില്ലേ? ഞാൻ പറഞ്ഞു, ഇത് ശോഭിതയുടെ കേസ് മാത്രം ഞാൻ പറഞ്ഞത്. ഇനി ജില്ലയിലെ ഏത് നേതാവ് തന്നാലും അത് ഗൗരവത്തോടെ തന്നെ പാർട്ടി കാണാം. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇത്തരം സമൂഹ മാധ്യമത്തിലെ കുറിപ്പുകളും പത്രങ്ങൾ കൊടുക്കുന്ന വാർത്തകളും വിഷ്വൽ മെടുക്കുന്ന ഇൻ്റർവ്യൂവിലും നേതാക്കൾ ജാഗ്രത കാണിക്കണം. ജാഗ്രത കാണിച്ചില്ലെങ്കിൽ ഗൗരവത്തോടെ ഇത് കാണുവാനാണ് പാർട്ടിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശം പാലിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് DCC പ്രസിഡന്റ്. ലക്ഷ്യം കാണുമെന്നോ? ലക്ഷ്യത്തിനപ്പുറം എത്തും.